ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി വി ജോയ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വി ജോയ്, തിരുമല കൗൺസിലർ ആത്മഹത്യ ചെയ്തത് ബി ജെ പിയുടെ കൗൺസിലർ ആത്മഹത്യ ചെയ്യുക, BJPക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളുണ്ട് എന്നുള്ളൊരു വാർത്ത ഈ സമയത്ത് വരികയാണ്. അത് അനിൽ, അതായത് ആത്മഹത്യ ചെയ്ത അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരുന്നു. BJP പാർട്ടി സംരക്ഷിച്ചിട്ടില്ല എന്ന ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു എന്നുള്ളതാണ്. ഈ വാർത്തകൾ സ്ഥിരീകരിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ സ്വാഭാവികമായിട്ടും അത്തരം എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു അറിവുണ്ടാകുമല്ലോ. അല്ല, BJPയുടെ കൗൺസിലർ പ്രസിഡന്റ് ആയിട്ടുള്ള സഹകരണ സംഘം സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുകയാണ്. അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളുടെ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിന്നത്. ഡെപ്പോസിറ്റർമാർ സ്ഥിരമായിട്ട് കൗൺസിലറുടെ വീട്ടിൽ വരികയും ബഹളം ഉണ്ടാക്കുകയും പണം തിരിച്ചാവശ്യപ്പെടുകയും ചെയ്തു. അവിടെ നിക്ഷേപിച്ച പണമെല്ലാം BJPക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടത്ര ജാഗ്രതയില്ലാതെ, ആവശ്യമായിട്ടുള്ള ഷുവർട്ടി ഇല്ലാതെ കൊടുക്കുകയാണ് ചെയ്തത്. ഇത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇപ്പൊ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് BJP നേതൃത്വത്തോട് നിരവധി പ്രാവശ്യം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും സഹായിച്ചില്ല എന്നുള്ളതാണ്. BJP പൊതുവെ ഈ 36 കൗൺസിലർമാർ അവർക്കുള്ളതില് ഈ കൗൺസിലർമാര് എല്ലാവരും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ അവര് ഇത്തരം ചില കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതാണ് പൊതുവായിട്ടുള്ള ഒരു സാഹചര്യം. ഓരോരുത്തരെ എടുത്താൽ നമുക്ക് ഓരോന്ന് പറയാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇപ്പൊ മരണപ്പെട്ടു പോയ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ പറയുന്നത് ഒരു ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായിരുന്നാലും ജനങ്ങളുടെ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഈ ദാരുണമായിട്ടുള്ള ഈ സംഭവം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ വിഷയം നേരത്തെ തന്നെ CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് എന്നുകൂടിയാണ് അല്ലേ? അല്ല, ഇത്തരം ചില കാര്യങ്ങൾ ഈ ഡെപ്പോസിറ്റർമാര് പലപ്പോഴായിട്ട് പ്രാദേശികമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ പണം നിക്ഷേപിച്ചിട്ട് പണം തിരിച്ചു കിട്ടുന്നില്ല, അപ്പോൾ ഒരു ഡേറ്റ് പറയുകയാണ്, ആ ഡേറ്റിന് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത്തരം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കൗൺസിലിലും ചില കാര്യങ്ങൾ മറ്റേ കൗൺസിലർമാർ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ. ഇപ്പോൾ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ അതിൽ ഇനി അന്വേഷണം വരാനുണ്ട്. ഒരു പക്ഷേ പാർട്ടിക്കകത്തുനിന്ന് സഹായം കിട്ടാത്തതുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളിലും മറ്റോ സഹായം തേടിയതായിട്ടുള്ള ഒരു സൂചനകളുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബമോ മറ്റോ അങ്ങനെ എന്തെങ്കിലും CPMന് അതുമായി എന്തെങ്കിലും ധാരണയുണ്ടോ? CPMനോട് അവർ എന്തെങ്കിലും സഹായം തേടുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആത്മഹത്യാ കുറിപ്പിനകത്ത് പറയുന്നത് BJP നേതൃത്വം സഹായിച്ചിട്ടില്ല. ഒരു വല്ലാത്ത സാഹചര്യം വന്നപ്പോൾ പോലും സഹായിച്ചില്ല എന്നൊരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. എന്നാൽ അവിടുത്തെ ഡെപ്പോസിറ്റുകൾ ലോണുകളായി കൊടുത്തിരിക്കുന്നത് ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കുമാണ്. ഇവർ വിചാരിച്ചാൽ ആ ലോണുകൾ തിരിച്ചു അടയ്പ്പിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. പലതവണ ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്തിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു, ഒരു ആത്മഹത്യ ഉണ്ടായിരിക്കുന്നതിനപ്പുറത്തേക്ക് കൂടി ഇതിൽ വിഷയമുണ്ട്. കാരണം മറ്റൊരുപാട് പേരുടെ പണം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഒരു വിഷയമാണോ, രാഷ്ട്രീയ വിഷയം കൂടിയാണോ CPM പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി? അല്ല, ഇതിനകത്ത് BJP എടുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. അവർക്ക് ഇപ്പോ രാജ്യത്ത് ഭരണത്തിലുണ്ടെങ്കിലും ഇവിടെ ഭരണത്തിലില്ല. പക്ഷെ അതിന്റെ സ്വാധീനം ഉപയോഗിച്ച്, രാജ്യത്ത് ഭരണമുള്ളതിന്റെ സ്വാധീനം ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്നുള്ള സാഹചര്യമാണ് വന്നിരിക്കുന്നത്. സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാം, സഹകരണ സ്ഥാപനങ്ങളിൽ ഇതുപോലുള്ള തിരിമറികൾ നടത്താം, സാമ്പത്തികമായിട്ടുള്ള അരാജകത്വാവസ്ഥ ഉണ്ടാക്കാം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവർ ചെയ്തു വരികയാണ്. മറ്റു ചില അഴിമതികളും അവർ നടത്തുകയാണ്. ഇപ്പോ ഫാറം കോർപ്പറേഷൻ അച്ചടിച്ചു കൊടുക്കുന്ന ഫോറത്തിന് പൈസ വാങ്ങുക, വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങുക, അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ പണത്തിൽ നിന്ന് പൈസ പിടിക്കുക, അല്ലെങ്കിൽ പൈസ അവരിൽ നിന്ന് പറ്റിച്ചെടുക്കുക. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ആ ഒരു നടപടിയൊന്നും BJP ലീഡർഷിപ്പ് എടുക്കുന്നില്ല. അവർക്കെല്ലാം അനുകൂലമായ നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. ഇതിലിപ്പോ ഈ ഡെപ്പോസിറ്റ് ചെയ്തവരില് CPMകാരും ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ നേരിട്ട് താങ്കൾക്ക് അറിയുന്നുണ്ടാകും, ഇങ്ങനെ ഒരു ക്രമക്കേട് നടന്നത് അറിയുന്നുണ്ടാകും അല്ലേ? ഇല്ല, നമുക്ക് CPMന്റെ ആരെങ്കിലും അതിനകത്ത് പൈസ നിക്ഷേപിച്ചതായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അറിവ് നമ്മുടെ പക്കലില്ല. അതായത് അപ്പോൾ BJPക്കാർ തന്നെയാണ് ഇതിനകത്ത് ഈ ഒരു ക്രമക്കേടിൽ കടന്നു പോകേണ്ടി വന്നതും BJPക്കാർ തന്നെയാണോ? തന്നെയായിരിക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഞാനിപ്പോ സഹകരണ വകുപ്പിനോട് ആ വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
ഇതൊരു ജനകീയ വിഷയം കൂടിയാണ്. അതിലൊരു ജീവനും കൂടെ പൊലിയുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയപരമായിട്ട് CPM എന്തെങ്കിലും ഒരു നീക്കം ഇതിനകത്ത് നടത്തുന്നുണ്ടോ? അതോ ഒരു BJP-യുടെ വിശദീകരണം വരണോ? ഒരു ജീവൻ പൊലിഞ്ഞതിനോട് ഞങ്ങള് വളരെ ഒരു ഖേദപൂർവ്വമാണ് ആ കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു പ്രശ്നത്തെ പരിഹാരമാക്കുന്നതിന് പകരം സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അതിദാരുണമാണ്. അതിനോട് നമ്മൾ അങ്ങനെ യോജിക്കുന്നില്ല. പക്ഷേ അതിനകത്തുണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച് BJP ആൻസറബിൾ ആണ്. അവരുടെ ജില്ലാ സംസ്ഥാന ലീഡർഷിപ്പ് ഈ കാര്യത്തിൽ 100% ആൻസറബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓക്കെ, നന്ദി. CPM ജില്ലാ സെക്രട്ടറി വി ജോയാണ് പ്രതികരിച്ചത്. ഇത് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നിലും ഈ വിഷയം നേരത്തെ വന്ന കാര്യമാണ്. ഇങ്ങനെ സഹകരണ ബാങ്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്നു. ഡെപ്പോസിറ്റ് ചെയ്ത പലരുടെയും പണം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പരാതി അതിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ അങ്ങനെ മുങ്ങി നിന്ന സമയത്ത് പാർട്ടി സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളൊരു ആരോപണം ഉയർത്തിക്കൊണ്ട് കൂടിയാണ് അനിലിൻ്റെ ആത്മഹത്യ എന്നുള്ള ഒരു സൂചനകൾ വരുന്നു. ഏത് തരത്തിലാണ് ഇത് പാർട്ടി നേതൃത്വം ഇതിൽ പ്രതികരിക്കുക എന്നുള്ളത് പോലെ ഇരിക്കും. ഇനി കൂടുതൽ ഡെപ്പോസിറ്റുകൾ നൽകിയവരുടെ പരാതികൾ ഇനി പുറത്തു വരുമോ എന്നുള്ളതൊക്കെ